ജന്തർ മന്ദറിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിൽ മലയാളികളുടെ സാന്നിധ്യം തന്നെയാണ് ഓരോ ദിവസവും വ്യത്യസ്തമായി കൊണ്ടിരിക്കുന്നത്. എനിക്ക് എൻ്റെ കൂടെ രണ്ട് മലയാളികളുണ്ട്. അതാ സ്പൈഡർമാന്റെ മാസ്ക് ഒക്കെ ധരിച്ചൊരു മലയാളിയാണ്. എവിടുന്ന നാട്ടിൽ നിന്ന് എവിടുന്ന? ഞാൻ വടകര. സ്ഥലം എവിടെയാ? വടകരയാണ്. പേരെന്താ? കോഴിക്കോട്. ഞാൻ ഷാനു. എന്താണ് ഇങ്ങനെ ഒരു മാസ്ക് ഒക്കെ ധരിച്ച് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ? ഇതിൽ പങ്കെടുക്കാൻ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 2-3 ദിവസമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ റീല് കാര്യങ്ങളൊക്കെ മാക്സിമം എത്തിക്കൊണ്ട് നിൽക്കുമ്പം അത് ഗ്രാസ്പ് ചെയ്യുന്നത് ജെൻസിയാണ്, അല്ലെങ്കിൽ അതിലും താഴെ 10ാം ക്ലാസ്സിലെ കുട്ടികൾ, അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ. അപ്പോൾ അവർ കാണുമ്പോൾ ഓക്കെ, ഇങ്ങനത്തെ പ്രൊട്ടസ്റ്റുകളിൽ നമ്മളെ ഹീറോസ് അവിടെ വരുന്നുണ്ട്, അല്ലെങ്കിൽ അവരുണ്ടെങ്കിൽ നമുക്ക് പോവാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് എന്താണ് വന്നു കഴിഞ്ഞാൽ നമ്മളെ കാണാൻ പറ്റുന്നുള്ള ആ ഒരു സംഭവമുണ്ട്. ഇപ്പൊ തന്നെ ഒരുപാട് കുട്ടികൾ ഓടി വരുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ അവർക്കൊരു എന്താണ് ഒരു ഐഡിയ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കുക എന്നുള്ളതാണ്. എ പ്ലേസ് ടു ബി, ദിസ് ഈസ് ദ പ്ലേസ് ദാറ്റ് ഹോപ്സ് ആർ ബീങ് ഫുൾഫിൽഡ്. ആ ഒരു തോട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഉള്ളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. ജസ്റ്റ് എന്താ പഠിക്കുന്നത്? ഞാൻ സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ MP-യിൽ IGNTU. ഈ പ്രതിഷേധത്തിൽ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ആളുകൾ അണിചേരണം എന്നാണോ പറയാനുള്ളത്? ഷുവർ. വെച്ചാൽ ഇപ്പൊ തന്നെ ഒരുപാട് ആൾക്കാർ നാട്ടിൽ നിന്ന് ജനറൽ പിടിച്ച് വരുന്നുണ്ട്, ഫ്ലൈറ്റ് പിടിച്ച് വരുന്ന ആൾക്കാരുണ്ട്. ഒന്നാമത് എനിക്ക് തോന്നുന്നത് ഇവിടെ ഇപ്പൊ മല്ലൂസ് കുറച്ച് കുറവാണ് ആൾക്കാരുണ്ടെങ്കിലും അതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ വെക്കേഷൻ ടൈമാണ്. അപ്പോൾ വെക്കേഷൻ ടൈമായിട്ട് കുറെ ആൾക്കാർ നാട്ടിലാണുള്ളത്. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ട് ആണ് മലയാളിയുടെ സാന്നിധ്യം അല്പം, അല്ലെങ്കിൽ ഇതിലും ഒരുപാട് നമ്മൾ ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ ഇവിടെ ഡൽഹിയിൽ കണ്ടിട്ടുണ്ട്. CAൻ്റെതായാലും NRC ആണെങ്കിലും പലസ്തീൻ്റെ ആണെങ്കിലും. അപ്പോൾ അതിലൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അത്ര ഒരു ആൾക്കൂട്ടം ഇവിടെ ഇല്ലാത്തതിന്റെ റീസൺ ഈ സ്പൈഡർമാൻ അല്ലല്ലേ, അവഞ്ചേഴ്സിലെ ഒരു ക്യാരക്ടർ ആവുന്നു? അല്ലല്ല, സ്പൈഡർമാൻ തന്നെയാണ് ഉദ്ദേശിച്ചത്. കൊട പിന്നെ മഴയായതുകൊണ്ടും പിന്നെ അതുപോലെ അഥവാ പോലീസുകാർ ലാത്തി വീശുകയാണെങ്കിൽ നമുക്ക് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് കൊട എടുത്തിട്ടുള്ളത്. സിനിമയിലൊക്കെ തന്നെ നമ്മൾ കാണുന്ന സൂപ്പർ ഹീറോസ് യഥാർത്ഥത്തിൽ ഇവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ആളുകളും സൂപ്പർ ഹീറോസ് ആണെന്നുള്ളതാണ് വടകരയിൽ നിന്നുള്ള ഈ സുഹൃത്ത് പറയുന്നത്. അതുകൊണ്ടാണല്ലേ ഈ വസ്ത്രമൊക്കെ തന്നെ ധരിച്ചു വന്നത്? ഷുവർ. എത്ര ദിവസം ഉണ്ടാവും ഇവിടെ? ഞാനിപ്പോൾ ഏതായാലും ഞങ്ങൾക്ക് ക്ലാസ് അവിടെ തുടങ്ങി, പക്ഷേങ്കിൽ വലിയ ആരും എത്തി തുടങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഇതൊക്കെ ഏകദേശം ഒന്ന് കഴിയുന്നവരെ ഇവിടെ നിൽക്കാന്നാണ് പ്ലാന്. ഞാൻ ഇന്നലെ രാത്രി മെഞ്ഞാന്നുണ്ടായിരുന്നു, പിന്നെ ഇന്നലെ രാത്രി വന്നതാണ്, പിന്നെ പോയിട്ടില്ല. മറ്റൊരു മലയാളി ഉണ്ട്, ചെഗുവേരയുടെ ചിത്രം പതിപ്പിച്ച ടീഷർട്ട് ധരിച്ച് മലയാളി എന്ന് പുറകിൽ എഴുതിയിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു കൊടുത്ത്. മലയാളി എന്ന് എഴുതിയിട്ടുണ്ട്. അൺബോർഡ് അൺബ്രോക്കൺ എന്ന് പറയുന്നുണ്ട്. CPM-ന്റെ ഒരു പതാകയുണ്ട് താഴെ. എവിടുന്നാ? പേരെന്താ? എൻ്റെ പേര് അജീഷ്. ഞാൻ പുനലൂരിൽ നിന്നാണ്. കൊല്ലം പുനലൂർ. എന്നാ വന്നത്? എന്താണ് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാനുള്ള ഒരു കാരണം? ഈ പ്രതിഷേധത്തിൽ നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള പ്രതിഷേധത്തിൽ നമ്മളും ഭാഗമാകണം എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. 20-ാം തീയതി വരണം എന്നുള്ള വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടുകാരുടെ സമ്മർദ്ദം വളരെ കൂടുതലായിരുന്നു. പോകണ്ട. ഇടയ്ക്ക് കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു. ഇവർ AI ക്യാമറ വെച്ച് നമ്മുടെ ഫേഷ്യൽ റെക്കഗ്നേഷൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നോർത്ത് ഇന്ത്യയിലാണ്, ഞാൻ നോർത്ത് ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. അപ്പം നോർത്ത് ഇന്ത്യയിൽ നമ്മളെ ജീവിക്കാൻ അനുവദിക്കത്തില്ല, നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് നമുക്ക് പ്രശ്നം വരും എന്ന് പറഞ്ഞ് വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ ഒരു വാക്ക് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. കൊല്ലത്തൊന്നും ഇല്ലല്ലോ, കൂടി വന്നാൽ ഇവർ നമ്മളെ ഇവിടുന്ന് പറഞ്ഞു വിടും. നാട്ടിൽ പോയി 1 ഏക്കർ റബ്ബറുണ്ട്, അത് വെട്ടി ജീവിക്കാം. അതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ ഇവിടെ. ഞാൻ ജയ്പൂരാണ് വർക്ക് ചെയ്യുന്നത്. ജയ്പൂരിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. ആൻഡ് ഞാൻ വരാത്ത ആളുകളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇവിടെ വരണം. ഇത് നമ്മൾ വീട്ടിലിരുന്ന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ഒരാളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ചിന്തിച്ച് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രതിഷേധമോ ഒരു സർക്കാരിൻ്റെ അടിച്ചമർത്തലാണ്, ഒരു ഡിക്റ്റേറ്റർഷിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഒരു പക്ഷേ നമ്മൾ തന്നെ മനസ്സിൽ വിചാരിച്ച് ചിലപ്പോൾ ഇതിനെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചിരുന്ന ഒരു സമയത്താണ് ഇങ്ങനൊരു പ്രക്ഷോഭവും ഇങ്ങനൊരു സമരവും ഇവിടെ വന്നതും. ഇങ്ങനെ ഓരോ വ്യക്തികളും എന്നിൽ നിന്ന് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചുകൊണ്ട് ഇറങ്ങിയത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ സമരം ഇത്രയും വിജയകരമാക്കാൻ കഴിഞ്ഞത്. അതിന് എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന നിലയിലാണ് ഞാൻ ഇന്നിവിടെ എത്തിയത്. ഓൾ ദി ബെസ്റ്റ്. അതാണ് മലയാളികളുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. എന്തുകൊണ്ട് ഈ ഒരു സമരത്തിൽ പങ്കെടുക്കുന്നതിന് വളരെ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ സമരത്തിൽ ഓരോ യുവാക്കളും പങ്കെടുക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മലയാളികൾ വളരെ വിശദമായി തന്നെ സംസാരിക്കുന്നുണ്ട്. നിരവധി മലയാളികൾ ദിനംപ്രതി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ കാഴ്ച തന്നെയാണ് നമുക്ക് ജന്തർ മന്ദറിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ ഇൻ റിപ്പോർട്ടർ, ദില്ലി.